ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെക്കപ്പ് പറഞ്ഞായിരുന്നേ. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് തീർന്നിട്ട് പ്ലേറ്റുമ്പോൾ കയറി ഒരയുന്നുണ്ടാവും. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ അയച്ചാണ്. അത്യാവശ്യം ലൈനർ പുതിയ ലൈനറാണ്, ഹോണ്ടയുടെ കമ്പനി ലൈനർ കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ സ്പോക്കറിൻ്റെ കണ്ടീഷനിൽ ചെയിൻ വലിക്കാനുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എന്താ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഓവർലാപ്പിങ്ങാണ്, കയറി ഇറങ്ങി വറക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോൾ ചെയിൻ കയറി പോകണമുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ഫുൾ ടൈറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്താലും ചെയിൻ കൃത്യമാവില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ടൈറ്റ് വന്ന ഭാഗത്താണ് ഫ്രീ പ്ലേ ഇട്ട് കൊടുക്കണം. ടൈറ്റ് വന്ന ഭാഗത്ത് നമുക്ക് മിനിമം ഫ്രീ പ്ലേയിൽ വേണം. നമുക്കൊരു 20-25 mm നമ്മളൊരു ഗ്യാപ്പ് ഇട്ടാലാണ് നമുക്ക് ചെയിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടൈറ്റ് വന്ന ഭാഗത്ത് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് ലൂസ് വന്ന ഭാഗം വരുമ്പോഴത്തേക്കും നമ്മളവിടെ 25 സെറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് വരുമ്പോഴത്തേക്കും നമുക്കൊരു 70-80 mm ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമുക്കെന്ന് വെച്ചാൽ ചെയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കില്ല. ടൈറ്റ് അതായത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാലും 2-3 ദിവസത്തിനുള്ളിൽ ചെയിൻ അടിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ചെയിൻ അടിക്കുന്ന ഫീലായിരിക്കും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റലാണ് അതിനൊരു പോകാൻ വഴിയുള്ളൂ. പിന്നെ ചെയിൻ ഓവർലാപ്പിക്ക് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ചെയിൻ ടൈറ്റ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പോയാലും ലൂസായാലും ഇപ്പോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും മാസത്തിലൊരിക്കൽ കയറ്റിയിട്ട് ചെയിനൊന്ന് സെറ്റ് ചെയ്യുക. കറക്റ്റ് അലൈൻമെൻറ്റ് ആക്കി കൊടുക്കുക, കുറച്ച് ഓയിലൊക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ലൈഫ് കിട്ടും. ഒന്നാമത് നമുക്ക് ഈ യൂണിക്കോണിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, സസ്പെൻഷൻ നല്ല ലെങ്ത്ത് ഉള്ളതാണ്. ഇവിടെ നിന്ന് നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ ലൂസായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ചെയിൻ ഇങ്ങനെ കയറി വലിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചെയിനിൻ്റെ ലൈഫ് കുറഞ്ഞു പോകണേ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ യൂണിക്കോണിനെ എങ്ങനെ ചെയിൻ ഇട്ടാലും നമുക്ക് ഏകദേശം ഒരു 20,000 കിലോമീറ്ററിലൊക്കെ സാധാരണ രീതിയിൽ 20-25 മാക്സിമം ഉപയോഗിക്കാൻ കിട്ടാറുള്ളൂ കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ അത്രയ്ക്ക് ലൈഫ് ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഈ പറഞ്ഞ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അത് നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി, നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 12 വോൾട്ട് 7 ആമ്പിയർ എന്ന ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നമുക്ക് 12.99 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കംപ്ലയിൻസ് എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. അപ്പോൾ നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 2021 ബാറ്ററി. ഇത് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇതുവരെ ഇല്ലെങ്കിൽ പോലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. കാരണം ബാറ്ററി ഓൾറെഡി ഡാമേജാണ് കാണിക്കണേ. തൊട്ട് താമസമില്ലാതെ കൊണ്ട് നമുക്ക് കംപ്ലയിൻറ്റ് വരും. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും. നമുക്കിതുമായി ഉപയോഗിച്ചാണ് എയർ ഫിൽറ്റർ ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ്, ഒറിജിനൽ ഫിൽറ്ററാണ്. അതേപോലെ തന്നെ പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ച് മാറ്റാം. ഇത് നമുക്ക് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് കൊണ്ട് കാർബറേറ്ററും കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് അത് ഈ സ്ലോ ജെറ്റ്, ഇതിനകത്ത് തന്നെ കാർബറേറ്ററിൻ്റെ ജെറ്റിൽ ഈ സ്ലോ ജെറ്റ് എന്ന് പറയുന്നത് ചെറിയ ജെറ്റ്, ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ കാർബറേറ്റർ ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതിന് വാക്യൂം ബെസ്റ്റാണ്, കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്ന വാക്യൂം ബെസ്റ്റാണ്. അത് അത്യാവശ്യം തേയ്മാനമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. തൽക്കാലം കുറേ കൂടി ഓടിക്കുക. കാരണം ഞാൻ അത് കേസിൽ കാര്യമായിട്ടുള്ളൊരു പിടുത്തം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, മാക്സിമം ഉപയോഗിക്കുക. കാരണം ഏകദേശം ഒരു 780 രൂപ, 765 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരാം ഈ ബ്ലാഡറുകളായിട്ട്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക, മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ആക്കാം. അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലഗ് മാത്രം ഒന്ന് മാറ്റിയിടാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പ്ലഗ് എയർ ഫിൽറ്റർ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ ഹെഡ് ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് അഴിച്ചിട്ടുണ്ട് ഗ്യാസ്കറ്റ് ഒന്ന് മാറാനായിട്ട് സെൻറ്ററിലുണ്ട്. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റ് ഫീൽ ചെയ്യേണ്ടത് ആ കേബിളിൻ്റെയാണ്. നമ്മൾ ഈ ഒരുപാട് ബലം പിടിച്ചൊന്നും വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. ക്ലച്ച് കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് ഇനിയിപ്പം മഴയുടെ പ്രോബ്ലം കൂടി വരുമ്പോഴത്തേക്കും ടൈറ്റ് കൂടുള്ളൂ. അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നോക്കുന്ന സമയത്ത് ഫുള്ള് തീർന്നായിരുന്നു. ഫുള്ള് തീർന്ന് കയറി ഈ പ്ലേറ്റുമ്പോഴത്തേക്ക് ചെറുതായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തൽക്കാലം പാഡ് മാറ്റിയിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പ്ലഗിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു, എഞ്ചിൻ ഓയിലിൻ്റെ കേസും പറഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ ഈ സ്റ്റാർട്ടറിൻ്റെ ഈ ഇവിടുത്തെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു
എസ്റ്റിമേറ്റ്. ഇപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ നമുക്ക് ആ ബാക്കിൽ വന്ന റബ്ബർ കട്ടയും കൂടി മാറ്റിയിടണം കേട്ടോ. കാരണം ഓവർലാപ്പിങ്ങിൻ്റെ ഒരു സാധ്യത ഈ സാധനം കൊണ്ട് നിൽക്കും. കാരണം ഇത് പ്ലേ വരുമ്പോഴത്തേക്കും ചെയിൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറാം. നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന ചെയിൻ വർക്ക് ചെയ്യണം ഇങ്ങനെയാണ്. അപ്പോൾ അത് കൂടുതൽ വരാതിരിക്കാനുള്ള കണ്ടീഷനിൽ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കറക്റ്റ് ആ രീതിയിലേക്ക് ചെറിയൊരു ലാപ്പിങ് കാണിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഈ റബ്ബർ കൂടി മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് ആ സ്ലോ ജെറ്റ് മാറ്റി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കേട്ടാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ്, എഞ്ചിൻ ഓയിൽ, അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ഭാഗം എന്തെങ്കിലും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എത്ര വരും എന്നുള്ളതൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്കും സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്തിനും വൈകുന്നേരം ആവും, തീരുമാനം 6-7 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ.